ഈ CPIM ഇവിടെ ജയിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല. എല്ലാ തവണയും പറയും ഇതാണ് അതാണെന്നാ. ഇവിടുത്തെ ഒരാളെ ശക്തനായ ഒരു നേതാവിന് ഇവിടെ ഇടുകയാണെങ്കിൽ ഇവിടെ ജയസാധ്യതയുണ്ട്. അഖിൽമാറിന് വിജയസാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി വെച്ചിട്ട് ജനങ്ങളുമായിട്ട് എന്തോ ഒരു പ്രീതിയുള്ളത്. പ്രീതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. കുറെ തെറി പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഉമാ തോമസ് ജയിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസിന്റെ സീറ്റാണ്. LDF-ന് മുൻതൂക്കം ഉള്ളത്. നിലവിൽ UDF-ന്റെ ഒരു മണ്ഡലമാണ്. അഖിൽമാരാര് 3-ാം സ്ഥാനത്തായി പോകും. അങ്ങനത്തെ ആളെ ഇവിടെ അറിയില്ലല്ലോ. ഉമാ തോമസ് ആണ് ചാൻസ്. കാരണം ഇതൊരു കോൺഗ്രസ് കോട്ടയാണ്. NDAക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ല. സാധ്യത കുറവല്ലേ. തൃക്കാക്കര എപ്പോഴും കോൺഗ്രസ് ആണ് എടുക്കുന്നത്. PT തോമസ് ഇരുന്നോടത്താണ്. അപ്പൊ എന്തായാലും ഉമാ തോമസ് ആയിരിക്കും. ശക്തമായ മത്സരം ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ കാലവും UDF-ന്റെ മണ്ഡലമാണ്. അഖിൽമാരാർ ഈ മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ്. അഞ്ജന നായർ വൻ ഭൂരിപക്ഷത്തിൽ പാസ്സാകണം എന്ന് വളരെ ആത്മാർത്ഥതയുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം എന്താ? നല്ലൊരു പെങ്കൊച്ചല്ല. അഖിൽമാരാറിന് സാധ്യതയുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. BJP സ്ഥാനാർത്ഥിയല്ലേ, ഒരിക്കലും ജയിക്കാൻ പോകണ്ട. ഈ മണ്ഡലത്തിൽ ഇപ്പൊ നിലവിൽ കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ട്. ഇപ്പൊ അവര് തന്നെ ജയിക്കല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യും? ഇവിടെ മൊത്തത്തിൽ UDF-ന്റെ സപ്പോർട്ടുള്ള ഒരു ഏരിയ കൊണ്ട് UDF ആവാനോ ചാൻസ് കൂടുതൽ. അഖിൽമാരാറിന് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? ഒരു രക്ഷയില്ല. അഖിൽമാരാർക്ക് എത്ര പേരെ അറിയാം? അഖിൽമാരാർ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന LDF-ന്റെ എന്നെ പോലുള്ളവരൊന്നും കണ്ടിട്ടില്ല. ഉമാ തോമസ് ജയിക്കാൻ ചാൻസ്. കാരണം എന്താന്ന് വെച്ചാൽ അവര് കെട്ടിയോണില്ലാത്ത കാരണമാണ്. അത് കാരണമാണ്. ഏതായാലും ഇടതു വർഷത്തിന്റെ വോട്ട് മറിയില്ല. മറിയാനി കോൺഗ്രസിലെ മറിയോ. UDF ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ നല്ലപോലെ. അഖിൽമാരാറിന് ഞാൻ നോക്കിയിട്ട് ഈ പ്രാവശ്യം ചെറിയ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഈ വക തമ്മിത്തല്ലല്ലേ. അഖിൽമാരാർ നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യത. ഉമാ തോമസിന്റെ അടുത്ത പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പ്രവർത്തനം പോരാ. ഉമാ തോമസ് ഉമാ തോമസ് ജയിക്കാം. ഉറപ്പല്ലേ. തൃക്കാക്കര UDF മണ്ഡലമാണ്. ഇവിടെ തുടങ്ങി UDF ജയിക്കുന്നത്. ഉമാ തോമസിന് തന്നെയാണ് സാധ്യത. എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉപകാരമുള്ളവർ ജയിക്കട്ടെ, അത്രയും പറയാൻ പറ്റത്തില്ല. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. സിറ്റിംഗ് MLA ആയ ഉമാ തോമസിനെ നേരിടാൻ LDF-ന്റെ സ്ഥാനാർത്ഥി പുഷ്പദാസും സർപ്രൈസ് എൻട്രിയായി 2020 സ്ഥാനാർത്ഥി അഖിൽമാരാറും കളൽ നിറയുമ്പോൾ തൃക്കാക്കര ഇത്തവണ ആർക്കൊപ്പം? വോട്ടർമാരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. LDF-ന് മുൻതൂക്കം ഉള്ളത്. നിലവിൽ UDF-ന്റെ ഒരു മണ്ഡലമാണ്. അഖിൽമാരാറിന് വിജയ സാധ്യത അഖിൽമാറിന് വിജയസാധ്യതയില്ല. ഇല്ല. കാരണം എന്താ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ NDAക്ക് അത്ര വലിയ സ്വാധീനമില്ല സർ. അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി വെച്ചിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് എന്താ ജനങ്ങളുമായിട്ട് എന്തോ ഒരു പ്രീതിയുള്ളത്. പ്രീതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. കുറെ തെറി പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രമാണ് അഖിൽമാരാറായിട്ടുള്ള. മോഹൻലാലിന്റെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ബിഗ് ബോസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിൽ മാത്രമൊന്നും ഫേമസ് ആയുള്ളൂ. അഖിൽമാരാറിന് അത്ര വലിയ പറ്റില്ല, കേൾക്കില്ല, സാധാരണക്കാരനെ കേൾക്കില്ല. ഇവിടെ UDF-ന്റെ ഒരു മണ്ഡലമാണിത്. ഉമാ തോമസിനാണ് ഇത്തിരി മുൻതൂക്കം ഉള്ളതെങ്കിൽ പോലും ഇത്തവണ നല്ല ടൈറ്റ് മത്സരമാണ് വന്നേക്കുന്നത്. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കാനാ സാധ്യത? കോൺഗ്രസ് പറഞ്ഞു. പിണറായി പറയുന്നുണ്ട് നാട് നന്നാക്കി എന്ന് പറഞ്ഞു. ആരോ പാലം കൊണ്ടുവന്നത്? കരുണാകരൻ മുഖ്യമന്ത്രിയല്ലേ പാലം കൊണ്ടുവന്നത്? മറൈൻ ഡ്രൈവ് കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയല്ലേ പാലം കൊണ്ടുവന്നത്? മെട്രോ പാലം, ഇവരെ ഈ പാലം കൊണ്ടുവന്നോ? കുമ്പളം പാലം, അരൂർ പാലം, ഗോൾഗാട്ടി പാലം ഇതൊക്കെ ഞാനാണ് സ്ഥലം കൊടുത്തത്. അയാളോടാണോ ഇത് ചോദിക്കണേ? ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ തൃക്കാക്കര മണ്ഡലമാണ്. ഇത് തുടർച്ചയായിട്ട് ഇപ്പോൾ ഇവിടെ UDF തന്നെയാണ് വിജയിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പം കമ്മ്യൂണിസ്റ്റിലില്ല, കോൺഗ്രസിലില്ല അത് നിൽക്കുന്നത്. എന്താ? അതെന്ന് വെച്ചാൽ പാർട്ടിനോടുള്ള ഇതായിപ്പോയി, നമുക്ക് വെറുപ്പായിപ്പോയി. ഇവിടെ ഒരു വികസനവും നടക്കണില്ല. ഒരു ബസ് സ്റ്റാൻഡ്, നല്ലൊരു ബസ് സ്റ്റാൻഡ് വേണം അവർക്ക്. 10-25 വർഷമായി നല്ലൊരു ബസ് സ്റ്റാൻഡ് സ്ഥലമൊക്കെ ഉണ്ടായതാ. അതൊക്കെ നശിപ്പിക്കാനി. ഇവിടെ MLA ആയിട്ട് വന്നത് കോൺഗ്രസിൻ്റെ ആള്, MP ആയിട്ട് വരുന്നത് കോൺഗ്രസിൻ്റെ ആള്, ഈ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ വന്നത് കോൺഗ്രസിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇവർ തന്നെ ഇത് നശിപ്പിച്ചേക്കണം മൊത്തം. പിന്നെ ഈ സിഗ്നൽ ജംഗ്ഷൻ ഒരു 10-40 വർഷമായി വികസിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഇതിനേലും ഇതായിട്ട് കിടന്നാണ്. ഇത്രയും കൂടി നല്ല രീതിയിലായിരുന്നു തൃപ്പൂണിത്തുറ നമ്മുടെ കരിങ്ങാച്ചിറ സിഗ്നൽ എന്ന് പറയും. ആ സിഗ്നല് ഇപ്പോൾ 10-20 വർഷമായിട്ട് അവർ വികസിപ്പിച്ചു. ഇവിടെ 10-40 വർഷമായിട്ട് വികസിപ്പിക്കേണ്ട സിഗ്നൽ ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ DLF-ന്റെ മുമ്പിൽ ഒരു തുരങ്കപാത വരാനുണ്ട്, അത് വന്നിട്ടില്ല. DLF-ന്റെ തൊട്ടരികത്തൂടി റോഡുണ്ട്, അത് നന്നാക്കിയിട്ടില്ല. ഈ DLF വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുന്നതാണ് ആ കളി. അത് കാരണം അവിടെ റോഡുള്ളത് അത് ഇതുവരെ ആരും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ബസ് സ്റ്റാൻഡിൻ്റെ കേസ് അറിയാമല്ല. ഇപ്പം ആ സ്ഥലം സാധാരണ എടുത്ത് വേസ്റ്റുകാരും എടുത്ത് മുനിസിപ്പാലിറ്റി വേസ്റ്റിന് വേണ്ടി. നമുക്കിവിടെ ഒരു ബസ് സ്റ്റാൻഡ്, ബസ് കയറാൻ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ എനിക്ക് വഴി പറഞ്ഞു കൊടുത്താൽ ഒരു ദിവസം 1000-1500 രൂപ ഉണ്ടാക്കാം. 5 രൂപ വെച്ച് മേടിച്ചാൽ ഒരാളുടെ നിന്ന് ഉള്ള കാര്യം പറയുന്ന എന്താ വെച്ചാൽ ഇവിടെ ഡെയിലി ആൾക്കാർ വന്ന് വഴി ചോദിക്കില്ല. ഇവിടെ ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ട് ബസ് സ്റ്റാൻഡും സിഗ്നലും വികസിപ്പിച്ചാൽ മതി.
പിന്നെ ഇൻഫോ പാർക്ക് റോഡിൻ്റെ ആരും പറയണ്ട. ഇൻഫോ പാർക്കിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഈ കാക്കനാട് വന്ന ഈ കുപ്പിക്കടുത്ത് പോലത്തെ റോഡുകളും മറ്റുള്ള കാര്യങ്ങളായി ഇവർ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വഴിയുടെ കച്ചവടക്കാരെ പൊളിപ്പിക്കല്. ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ട് 10-15 വർഷമായി. ഇതേവരെയും പുതിയ ലൈസൻസ് കൊടുക്കണില്ല. എന്നിട്ട് ഓരോ വർഷവും 2 തവണ വീതം പൊളിപ്പിക്കല, വഴിയുടെ കച്ചവടക്കാരെ പൊളിപ്പിക്കല്. ഇത് ആർക്ക് വേണ്ടി ചെയ്യണം? ഞാനൊക്കെ വോട്ട് ചെയ്തിട്ടാണ് ഈ നിൽക്കണത്. ഞാൻ എൻ്റെ നാട്ടിലാണ് നിൽക്കണത്. എൻ്റെ വീട് ഇതിൻ്റെ അപ്പുറത്താ. എന്നിട്ട് നമുക്ക് ഉള്ള ബുദ്ധിമുട്ടത്. ഇനിയിപ്പോ അടുത്ത് ഹൈക്കോടതി ഇങ്ങോട്ട് വരുന്ന എന്താ പറയണ്ടല്ല, അതും കൂടി വന്നാൽ തീർന്നു, ഇവിടുത്തെ കാര്യം കഴിഞ്ഞ്. നിലവിൽ ഉള്ള റോഡ് വീതി കൂട്ടുക, പിന്നെ ഉള്ള റോഡുകൾ നല്ല രീതിയിൽ ടാർ ചെയ്യുക, ഈ പുതിയ റോഡുകൾ വരുത്തണം, പുതിയ പാലങ്ങൾ. പിന്നെ ഈ ഇവിടെ ഈച്ചെങ്കിൽ തുരങ്കപാത ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇവിടുത്തെ 14 ബ്ലോക്ക് മാറും. ഇതൊന്നും അന്വേഷിക്കാൻ ആർക്കും നേരമില്ല. ഇവിടെ തമ്മിലടിയാണ്, മെയിനായിട്ട് തമ്മിലടിയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ ജയിച്ചിട്ട് ഇനിയും ജയിക്കാൻ പോണ അഖിൽമാരാറിന് ഞാൻ നോക്കിയിട്ട് ഈ പ്രാവശ്യം ചെറിയ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഈ വക തമ്മിത്തല്ലല്ലേ, കോൺഗ്രസിൽ തമ്മിത്തല്ല് മാറിയിട്ട് നേരമില്ല. അതൊരു കേസ്. പിന്നെ LDFന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഇവിടെ കോൺഗ്രസ് ആകുമ്പോൾ LDF ഫണ്ട് കൊടുക്കൂല. പിന്നെ കോൺഗ്രസിന് ചെയ്യാവുന്നുള്ളൂ, അവരൊന്നും ചെയ്യണമില്ല. അവരിൽ തന്നെ പല പല പ്രശ്നങ്ങളാ, അത് മാറിയിട്ട് നേരമില്ല. മേൽഘടകം മുതൽ ഇങ്ങനെ പ്രശ്നങ്ങളാ. ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും തുടങ്ങി, മുഖ്യമന്ത്രി ഞാനാവണം, മറ്റേതാവണം. പിന്നെ അതുകൂടാതെ സുധാകരന്റെ കേസ്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കണ്ടിരിക്കണേ. ഈ CPIM ഇവിടെ ജയിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല. എല്ലാ തവണയും പറയും ഇതാണ് അതാണെന്ന്. ഇവിടുത്തെ ഒരാളെ ശക്തനായ ഒരു നേതാവിന് ഇവിടെ ഇടുകയാണെങ്കിൽ ഇവിടെ ജയസാധ്യതയുണ്ട്. അത് ചെയ്യൂല. ഇപ്പം ഈ പുഷ്പദാസിനെ എനിക്കറിയാൻ പാടില്ല സത്യമായിട്ടും. ഇപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് മറ്റുള്ള ഇതിന്നൊക്കെ അന്വേഷിച്ച് ഉദയകുമാറിൻ്റെ പെങ്ങളാന്ന് മതി. ഈ ഉദയകുമാറിൻ്റെ പെങ്ങള് അവരെ നാട്ടിൽ കൊണ്ടിടണം. ഇവിടെ ഉള്ള ഒരാളെ ശക്തനായ നേതാവിനെ കണ്ടെത്തിയിട്ട് ഇവിടെ കൊടുക്കണം. അതല്ലേ മര്യാദ. എപ്പോഴും ആൾക്കാരെ അറിയണം, ജനങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ. തൃക്കാക്കരയിലുള്ള ആൾക്കാർക്ക് അറിയാവുന്ന, തൃക്കാക്കര എറണാകുളത്തിൻ്റെ അടുത്ത് വരെ ഉണ്ട് തൃക്കാക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടങ്ങളിലുള്ള ആൾക്കാർ അവിടെ നിന്നുള്ള ആളെ, എറണാകുളത്തിൻ്റെ അടുത്തുനിന്നുള്ള ആളെ ഇടാം. ഇവിടെ നേതാക്കന്മാരില്ലേ, നല്ല നേതാക്കന്മാരില്ലേ CPIM. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ പിന്നെ വോട്ട് പിടിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് UDFന് വേണ്ടിയിട്ട് ചെയ്തേക്കണ പണിയാണ് ഈ ചെയ്തേക്കണ പണി. അപ്പൊ അതുകൊണ്ട് ഒരു കാലത്തും ഈ തൃക്കാക്കരെ പിടിക്കാൻ പറ്റില്ല LDFന്. തോമസ് ജയിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസിന്റെ സീറ്റാണ്. അഖിൽമാരാറിനോട് വിജയ സാധ്യത. അഖിൽമാരാര് 3-ാം സ്ഥാനത്തായി പോകും. ഇവിടെ ഒരു ശക്തമായ മത്സരം നടക്കാൻ ശക്തമായ മത്സരം അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ LDFും UDF ആണ്. അഖിൽമാരാറിന് സാധ്യതയില്ല. കേരളത്തിൽ മൊത്തം BJPക്ക് എത്ര സീറ്റ് കിട്ടും നിങ്ങൾക്ക് പറയാമോ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സീറ്റ് പോലും കിട്ടൂല. അഖിൽമാരാറിന് ഇവിടെ സാധ്യതയുണ്ടോ? സാധ്യത 3-ാം സ്ഥാനം. ജയിക്കല് UDF തന്നെയല്ല, ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അഖിൽമാരാർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണോ? ഇവിടെ UDFും LDFും ആണല്ലോ മെയിൻ ഇതിന്റെ ഇത്. അപ്പൊ അവര് UDF സീറ്റ് പോണത്, അവർ ജയിക്കാനാണ് കൂടുതൽ സാധ്യത. പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റില്ല. അഖിൽമാരാറിന് ഒരു വിജയ സാധ്യതയുണ്ടോ? അങ്ങനത്തെ ആളെ ഇവിടെ അറിയില്ലല്ലോ. ഉമാ തോമസ് നല്ലൊരു MLA, നല്ലൊരാളാണ്. അഖിൽമാരാരോട് മത്സരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വിജയ സാധ്യതയുണ്ടോ? അറിയില്ല. അഖിൽമാരാര് ഞങ്ങൾക്കറിയാൻ പാടില്ല. അഖിൽമാരാറിന് അറിയില്ലേ? ബിഗ് ബോസ് ഒക്കെ കാണാറില്ലേ? ആ സ്ഥാനാർത്ഥി 2020 അയാൾ ബിഗ് ബോസിലെ ഇതൊക്കെ എടുത്തു, അത്രയുള്ള പരിചയമൊക്കെ ഞങ്ങൾക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഉമാ തോമസിനാണ് ഇവിടെ സാധ്യത. ഉമാ തോമസിന് ഞങ്ങൾ പിന്നെ കുറച്ച് വർഷമായിട്ട് ഇതെടുത്തോണ്ടിരിക്കുന്ന ആളല്ലേ. ഉമാ തോമസ് ജയിക്കും ഉറപ്പായിട്ടും. ഉമാ തോമസാണ് ചാൻസ്. കാരണം ഇതൊരു കോൺഗ്രസ് കോട്ടയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് UDFനാണ്. അഖിൽമാരാരോട് മത്സരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇത് കോൺഗ്രസ് കോട്ടയാണ്. NDAക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ല നിലവിൽ സാഹചര്യത്തിൽ. എന്നാൽ അദ്ദേഹത്തിന് ഒരു സ്വാധീനം വെച്ചിട്ട് എന്തെങ്കിലും ഒരു അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അട്ടിമറി നടക്കാൻ സാധ്യത കുറവാണ്. വോട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇതുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ വോട്ട് കിട്ടുമായിരിക്കും. നമുക്ക് ഇതെന്തായാലും UDF കോട്ടയാണ്. ഉമാ തോമസിന് ചാൻസ് ഉള്ളൂ. ജയിച്ചോണ്ടെങ്കിൽ ഉമാ തോമസാണ് ജയിച്ചോണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സംഭവിക്കും തോന്നണം. അഖിൽമാരാറിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത കുറവല്ലേ. പൊതുവെ ഇവിടെ കുറവാണ്. 2020ക്ക് എങ്ങനെയാണ് വോട്ട് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ BJPയുടെ വോട്ട് കുറച്ച് കിട്ടുമായിരിക്കും. ആരും ജയിച്ചാലും നല്ലത്. ഉമാ തോമസ് ആണ്, കോൺഗ്രസിന്റെ വാർഡാണല്ലോ, അപ്പൊ ഉമാ തോമസ് ജയിക്കുന്ന ആളാണ്. അഖിൽമാരാർക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? പുള്ളി ആദ്യമായിട്ട് നിൽക്കുമല്ലേ, പിന്നെ പുള്ളിനെ പരിചയമായിട്ടൊന്നും വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നത്. 2020 ബിഗ് ബോസിലുണ്ടായിരുന്നു അറിയാം. അപ്പൊ അധികം പരിചയമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയെന്ന് നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോ തിരിഞ്ഞു പറഞ്ഞു എനിക്കറിയാൻ പറ്റില്ല. ഉമാ തോമസിന് ഒരു ശക്തനായ എതിരാളിയാണോ അഖിൽമാരാര്? തൃക്കാക്കര എപ്പോഴും കോൺഗ്രസ് ആണ് എടുക്കണത്. ഇപ്പൊ ഉമാ തോമസ്, PT തോമസ് ഇരുന്നോടത്താണ്. അപ്പൊ എന്തായാലും ഉമാ തോമസ് ആയിരിക്കും. അഖിൽമാരാർ ചിലപ്പോൾ 2-ാം സ്ഥാനത്ത് കയറുമായിരിക്കും. ഇത് കോൺഗ്രസിന്റെ UDFന്റെ മണ്ഡലമാണ്. ഇവിടെ
എന്ത് UDF സ്ഥാനാർത്ഥി ഉമ്മ തോമസ് നല്ല ഭൂരിപക്ഷത്തിൽ ഇരിക്കും. ജയിക്കും. ഉമ്മ തോമസിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ അഖിൽ മാരാർ ഇത്തവണ തൃക്കാക്കരയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി വെച്ചിട്ട് അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും ഒരു ജയസാധ്യതയുണ്ടോ? ഇത് നേരത്തെ മുതൽ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് സാധാരണ മത്സരിക്കുക. ഇതിപ്പോൾ 2020 ഇവിടെ ഡെവലപ്പല്ല. ശക്തമായ മത്സരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് എല്ലാ കാലവും UDFന്റെ മണ്ഡലമാണ്. അതിനൊരു സംശയമില്ല, ഉമ്മ തോമസ് തന്നെ ആയിക്കോളൂ. അത് പുള്ളിക്കാരത്തി നല്ലൊരു ആളാണ്. അഖിൽ മാരാർ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു ജയസാധ്യതയുണ്ടോ? ഒന്നുമില്ല, വേറെ ജയസാധ്യതയൊന്നുമില്ല. ഇപ്പൊ കുറച്ച് ഇവരുടെ കോൺഗ്രസിന്റെ വോട്ടും കുറച്ച് പിടിക്കും. ജയിക്കലും ഉമ്മ തോമസ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ കലക്കായിരുന്നു. ഭരണം ഇല്ലാതെ ആയിപ്പോയി. അത് കാരണം അവരുടെ പ്രവർത്തനമൊക്കെ ഇച്ചിരി ഇതായിരുന്നു. അഖിൽ മാരാർ ഈ മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ചിലർ ആണല്ലോ BJP ആണെന്നുള്ളൊരു ഇത് പറയുമല്ലോ, ഒരു ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, വർഗീയത എന്നുള്ളത്. അത് ചിലരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കുറച്ച് വോട്ട് വ്യത്യാസം വരും. പക്ഷേ പുള്ളി ഒരു നല്ല സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്ക് ജയസാധ്യത ഉണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് കൂടുതൽ ഇതുള്ളൊരു മണ്ഡലമായതുകൊണ്ടുള്ളൊരു ഇപ്പം പുതിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. ഇത് അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവർ ചിന്തിക്കുമ്പോൾ പുള്ളി ഒരു യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് തോന്നാം. അങ്ങനെ വരുമ്പോൾ വോട്ടാക്കി മാറ്റാൻ പറ്റിയ പുള്ളിക്കൊരു ജയസാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പല ഇതുണ്ടല്ലോ, ശബരിമല പ്രശ്നങ്ങൾ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ചിലപ്പോൾ പ്രതിഫലിക്കാം. അത് ആര് വോട്ടാക്കി മാറ്റും എന്നുള്ളത് അവരുടെ മിടുക്കുപോലിരിക്കും. ഉമ്മ തോമസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസ്സാണ് 10-40 കൊല്ലമായിട്ട് കോൺഗ്രസ്സാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു വിജയ സാധ്യത അതൊന്നും നമുക്കറിയില്ല. ഇതാ ഇവര് 40 കൊല്ലമായിട്ട് ഇവിടെ കോൺഗ്രസ്സാണ്. ഉമ്മ തോമസ്. കാരണം എന്താ വെച്ചാൽ ഈ മണ്ഡലത്തിൽ ഉമ്മ തോമസ് അത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അഖിൽ മാരാറിന് സാധ്യതയുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. BJP സ്ഥാനാർത്ഥിയല്ലേ, ഒരിക്കലും ജയിക്കാൻ പാടില്ല. അഖിൽ മാരാർ ഇവിടെ ആരുമില്ല, അതൊരു സാധ്യതയില്ല. ഇവിടെ UDF ജയിക്കാനോ സാധ്യത അല്ല. ഇവിടെ എല്ലാവരും ആൾക്കാർ UDFന്റെ ആണ്. അഖിൽ മാരാർ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യത അത് തോന്നുന്നില്ല. ഇവിടെ മൊത്തത്തിൽ UDFന്റെ സപ്പോർട്ടുള്ള ഒരു ഏരിയ കൊണ്ട് UDF ആവാനോ ചാൻസ് കൂടുതൽ. അഖിൽ മാരാറിന്റെ ഒരു ജനപ്രീതി വെച്ചിട്ട് ചാൻസ് കമ്മിയാണ്. പ്രവർത്തനം UDFന്റെ ആൾക്കാരാണ് ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ അഖിൽ മാരാറിന്റെ സിനിമയുടെ ഇതൊക്കെ ആളും ഓക്കെയാണ്. പക്ഷേ അത് മതോംസേനെ ആയിരിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണല്ലോ ഇവിടെ കോൺഗ്രസിന്റെ ഇതാണല്ലോ കോട്ടയാണല്ലോ. അതുകൊണ്ടുള്ള കഴിഞ്ഞ തവണ അവരാണല്ലോ. പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് പ്രാവശ്യം? എൻ്റെ ധാരണ അങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ അഖിൽ മാരാർ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ തൃക്കാക്കരയില്. അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യതയുണ്ടോ? അഖിൽ മാരാർ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന LDF ഈ മണ്ഡലത്തിൽ ഇപ്പൊ നിലവിൽ കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ട്. ഇപ്പൊ അവര് തന്നെ ജയിക്കല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യും? വേറെ മാറ്റങ്ങളൊന്നും വരാനില്ല. അഖിൽ മാരാറിന് അത് എന്നെ പോലുള്ളവരൊന്നും കണ്ടിട്ടില്ല. അയാളെ ഏത് പാർട്ടിക്കാരനൊന്നും അറിയില്ല. ആദ്യമായിട്ട് കേൾക്കണ പേരാണത്. ഉമ്മ തോമസിന്റെ പ്രവർത്തനം അത്രയൊന്നും ഇല്ല. പിന്നെ ഈ ആൾക്കാർ വോട്ട് ചെയ്ത് അങ്ങോട്ട് വിജയിക്കണം. പാരമ്പര്യമായിട്ട് ഇപ്പൊ കോൺഗ്രസിനാണുള്ള സീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ, അല്ലാതെ വേറെ പുരോഗമനമൊന്നും ഇല്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ജനങ്ങൾ ഇതിനിട്ട് മുന്നിട്ട് ഇറങ്ങണ്ടേ. ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. അപ്പൊ അത് ചിലപ്പോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സംഭവിക്കായിരിക്കും. അഞ്ജന നായർ വൻ ഭൂരിപക്ഷത്തിൽ പാസ്സാകണം എന്ന് വളരെ ആത്മാർത്ഥതയുടെ ആഗ്രഹമുണ്ട്. നല്ലൊരു പെങ്കൊച്ചല്ലേ, നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉമ്മ തോമസ് ജയിക്കാനാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവര് കെട്ടിയോണില്ലാത്തവരാണ്. അതുകൊണ്ടാ. അഖിൽ മാരാറിന് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? ഒരു രക്ഷയില്ല. 1000 വോട്ട് കിട്ടിയപ്പോ കിട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി വെച്ചിട്ട് ആരാ? അഖിൽ മാരാറിന്റെ എന്ത് ജനപ്രീതി? ഉമ്മ തോമസ് ജയിക്കും. പിന്നില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ അവർക്കുള്ള അതിനുള്ള കഴിവുണ്ട്. അഖിൽ മാരാറിന് അറിയില്ലേ? ഇല്ല, ഇതുവരെ ഇവിടെ കോൺഗ്രസ് ഉള്ളത് ആരും ജയിച്ചിട്ടില്ല. പിന്നെ വേറെ ആൾ ജയിക്കുന്നതിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അഖിൽ മാരാറിന് ഒരു സാധ്യതയുണ്ടോ ഇത്തവണ? അഖിൽ മാരാർക്ക് എത്ര പേരെ അറിയാം? ആരൊക്കെ ഇപ്പോൾ ഈ ലെഫ്റ്റിന്റെ കാൻഡിഡേറ്റിനെയും ആരും അറിയുന്നവരില്ല. അധികം പുതിയ കാൻഡിഡേറ്റാണ് പുഷ്പദാസ്. അതെ, അവരെ ആരും പരിചയമുള്ളതായിട്ടില്ല. പിന്നെ മാർക്സ് പാർട്ടിയുടെ വോട്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. എന്നാലും 25,000 വോട്ട്സ് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാലും പോസിബിലിറ്റി ഓഫ് ഉമ്മ. അതാണ് ഇവിടെ UDF ആണ് സാധാരണ എല്ലാ ദിവസവും ജയിക്കാറ്. ഈ വർഷം എങ്ങനെയാന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. മാരാറെ കുറിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഒരു ആക്ടറാണെന്നുള്ളത് അറിയാം. അതിലുപരി ഒന്നും നമുക്കറിയത്തില്ല. UDF ചാൻസ് ആയിരിക്കാണ്. അഖിൽ മാരാറിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉമാ തോമസിന്റെ അടുത്ത പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, 80% കൊടുക്കും. ഉമ്മ തോമസ്
ഉമാ തോമസ് ജയിക്കാം. ഉറപ്പല്ലേ, കാരണം ഇത് കോൺഗ്രസിന്റെ മണ്ഡലം, ഇതുവരെ അങ്ങനെ ജയിച്ചിട്ടുള്ളൂ. ഉമാ തോമസിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? അതൊക്കെ എല്ലാതെ പോകണം. അഖിൽ മാരാറിന് ഒരു ജയസാധ്യതയുണ്ടോ? ജയസാധ്യത ഒന്നുമില്ല, എന്നാലും വോട്ട് കുറെ പിടിക്കും. ഏതായാലും ഇടതു വർഷത്തിന്റെ വോട്ട് മറിയില്ല, മറിയാണെങ്കിൽ കോൺഗ്രസിന്റെ മറിയോ. LDF ആണെന്ന് അറിയാൻ പറ്റില്ല, UDF ആണ് പഴയ. ജയിക്കുമെന്ന് കൃത്യം അറിയാൻ പറ്റില്ല. അഖിൽ മാരാറിനോട് വിജയ സാധ്യതയുണ്ടോ? അറിയില്ല. ഇവിടെയാണെങ്കിൽ ഉമാ തോമസ് ജയിക്കും. അഖിൽ മാരാർ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? അത് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഇതുവരെ അവര് ജയിച്ചിട്ടില്ല. UDF ആയിരിക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ നല്ലപോലെ, അതുകൊണ്ടായിരിക്കും UDF ആയിരിക്കും. ഇവിടെ അഖിൽ മാരാർ നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യത. തൃക്കാക്കര UDF മണ്ഡലമാണ്. UDF ഇവിടെ തുടങ്ങി UDF ജയിക്കുന്നത്. ഉമാ തോമസിന് തന്നെയാണ് സാധ്യത. അഖിൽ മാരാർക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ട് ഇത്തവണ? അഖിൽ മാരാർ BJP NDA സഖ്യത്തിലാണല്ലോ, വിജയ സാധ്യത UDF-നാണ് ഇവിടെ. ഉമാ തോമസിന്റെ അടുത്ത പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, തൃക്കാക്കര ഇപ്പൊ അത്യാവശ്യം എല്ലാം കൊണ്ടും വികസനം ഉണ്ടല്ലോ. UDF അഖിൽ മാരാറും തമ്മിലായിരിക്കും മത്സരം? അല്ല, ഇവിടെ തൃക്കാക്കര LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അഖിൽ മാരാർ ഇപ്പോൾ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റും. ഇപ്പോൾ ആരോ വോട്ട് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്, ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണേലും എല്ലാവർക്കും ഉപകാരമുള്ളവർ ജയിക്കട്ടെ, അത്രയോ പറയാൻ പറ്റത്തുള്ളൂ. അഖിൽ മാരാർക്ക് ഇവിടെ സാധ്യതയുണ്ടോ? എല്ലാവരും LDF ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല. ഉമാ തോമസ് അങ്ങനെ ആകാനാ സാധ്യത. ഉമാ തോമസിന്റെ അടുത്ത പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പ്രവർത്തനം പോരാ, വികസനം എന്ന് പറഞ്ഞാൽ ഒരു ജയിച്ചെന്ന് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് വികസനം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ എന്ത് ബ്ലോക്കാന്നറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാ. അഖിൽ മാരാർ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജയസാധ്യത അതൊന്നും എനിക്കറിയില്ല. അഖിൽ മാരാറിന് അറിയില്ലേ?